ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഡിസംബർ 11 ഗുരുവായൂർ ഏകാദശിയാണല്ലോ കടന്നു വരുന്നത്. വൃശ്ചിക മാസത്തിലെ രണ്ടാമത്തെ ഏകാദശി, അതായത് വെളുത്ത പക്ഷ ഏകാദശിയാണ് മോക്ഷദ ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ അപ്പൻ്റെ പ്രതിഷ്ഠാ വാർഷികം, ഗീത ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ച ദിനം, അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ മോക്ഷദ ഏകാദശി. ഇത് പരമമായ മോക്ഷത്തിന് പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ്. ഒരു വർഷത്തിലെ ഏകാദശികളൊന്നും എടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഗുരുവായൂർ ഏകാദശി എടുക്കുന്ന ഒരു ഭക്തന് അവനും അവൻ്റെ പരമ്പരകൾ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുന്ന ഏകാദശിയാണ് മോക്ഷദ ഏകാദശി. ആ ദിവസം ഗുരുവായൂർ പ്രതിഷ്ഠ നടന്നതുകൊണ്ടാണ് അതിനെ ഗുരുവായൂർ ഏകാദശി എന്നും വിശേഷിപ്പിക്കുന്നത്. ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കുവാൻ എല്ലാ ദേവീ ദേവതകളും സന്നിഹിതരാകും എന്നാണ് വിശ്വാസം. അതിൻ്റെ പേരിലാണ് അപ്പോൾ ഭഗവാനെ ദർശിക്കാൻ വരുന്ന ഭക്തനും ഈ ദേവീ ദേവതകളുടെ എല്ലാ 30 കോടി ദേവീ ദേവതകളുടെയും അനുഗ്രഹം ആ ഭക്തർക്കുമുണ്ടാകും. ഗുരുവായൂർ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തരും വിഷ്ണു സാരൂപ്യത്തെ പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസവും സങ്കല്പവും. അവരും ചതുർഭുജധാരികളായിട്ടാണ് ആ ദിവസം അവിടെ കാണപ്പെടുന്നത്, വിഷ്ണു സങ്കല്പത്തിൽ തന്നെ. അപ്പോൾ അന്നത്തെ ദിവസം കഴിയുന്നതും ഗുരുവായൂരിലെത്താൻ കഴിയുന്നവർക്ക് എത്തുന്നത് വളരെ പുണ്യമാണ്. ആ പുണ്യ ദിവസം ഭഗവാന്റെ അരികിലെത്തി ഭഗവാനോട് ചേർന്ന ഏകാദശി എടുക്കുവാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യം, ഒരു മോക്ഷത്തിന് വേറെ കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതായി വരുന്നില്ല. ഭഗവാനിലേക്ക് എത്തുന്ന ഓരോ ഭക്തനെയും ഭഗവാൻ ഭൗതികമായിട്ടുള്ള, അതായത് ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും അവസാനം പരമമായ മോക്ഷം, മോഹങ്ങളിൽ നിന്നുള്ള ക്ഷയം സംഭവിച്ച് ഭഗവാനിൽ തന്നെ എത്തിച്ചേരുവാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. മറ്റ് നമ്മൾ ദേവീ ദേവതാ സങ്കല്പങ്ങളെ ആരാധിക്കുമ്പോൾ ആ പരമമായ മോക്ഷത്തിലേക്ക് എത്തുന്ന വാതിൽ തുറക്കുന്നില്ല. നമ്മൾ ജന്മജന്മാന്തരങ്ങളായി വീണ്ടും ജനിച്ചും മരിച്ചും ഈ ജനിമൃതി ചക്രങ്ങളുടെ ഇടയിൽ പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്ന, ഭഗവാനെ ആരാണോ ആരാധനയിലൂടെ സന്തോഷിപ്പിക്കുന്നത്, ഭഗവാനെ അറിയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു മനുഷ്യ ജന്മങ്ങളുണ്ടോ അവർക്കെല്ലാം ഭഗവാൻ മോക്ഷമാണ് അരുളുന്നത്, പരമമായ മോക്ഷം. അപ്പോൾ അതിനുവേണ്ടി ഏകാദശി, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി മോക്ഷദ ഏകാദശി എടുക്കുന്നത് വഴി നമ്മളുടെ പിതൃക്കൾ എത്രയോ, നമ്മുടെ പൂർവികർ എത്രയോ അവർക്ക് ഭഗവാനെക്കുറിച്ചോ ഈശ്വര സങ്കല്പങ്ങളോ ഒന്നുമില്ലാതെ ജീവിച്ചവരും എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ജന്മങ്ങളിൽ, അവരുടെ കർമ്മങ്ങളിൽ ഒന്നും ഭഗവത് സേവ ചെയ്യുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി അവർ നിത്യനരകത്തിലൊക്കെ പെടുന്നുണ്ടെങ്കിൽ, നരകയാതനകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നാം ഒരാൾ ഏകാദശി വ്രതം എടുത്ത് ആ പ്രാർത്ഥനയോടുകൂടി പിതൃക്കൾക്ക് സായുജ്യം കൊടുക്കണേ, നമ്മുടെ തലമുറകൾ നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെടണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ഏകാദശി ദിവസം ഭഗവാനെ ധ്യാനിച്ചാൽ പൂർണ്ണമായ ഫലമാണ് ഗുരുവായൂർ ഏകാദശി അല്ലെ മോക്ഷദ ഏകാദശിക്കുള്ള മഹത്വം. അതാണ് അത്രയേറെ ഭക്തർ ആ ഏകാദശി ദിവസം ഭഗവാന്റെ സന്നിധിയിലെത്തുന്നതും അവിടെ നിന്ന് ആ ഭഗവാൻ അവിടെ തന്നെ വസിച്ചുകൊണ്ട് ആ പൂജകളെല്ലാം കണ്ട് അനുഗ്രഹം സിദ്ധിച്ച് കൊണ്ട് ഏകാദശി വ്രതം പൂർണ്ണമാക്കുന്നതും പാരണ സമയത്ത് പാരണ വീടുകയും ദ്വാദശി പണം സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ വ്രത കഥകൾ പോലെയും ഈ മോക്ഷദ ഏകാദശിക്കും വ്രത മാഹാത്മ്യ കഥയുണ്ട്. വൈഖാസനൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു ഭാരതത്തിൽ. അദ്ദേഹം ഒരു ദിവസം സ്വപ്ന ദർശനത്തിൽ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പിതൃക്കളെല്ലാം അവരൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള
അധോഗതിയിലേക്ക് പോയിട്ട് മോശമായിട്ടുള്ള യോനികളിലൊക്കെ ജീവിക്കുന്നു എന്ന്, പിതൃക്കൾക്കൊക്കെ അവരൊക്കെ പാപമംഗലമായ അവസ്ഥകളിലാണ് ഇപ്പോഴും കഴിയുന്നത്, അവിടെ നിത്യനരകത്തിൽ കിടന്ന് യാചിക്കുന്ന പിതൃക്കളെയൊക്കെ ഇദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഉറക്കമുണർന്ന ശേഷം ഇദ്ദേഹത്തെ വല്ലാതെ ഈ സ്വപ്നം അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതിനൊരു പരിഹാരമായി ഈ പിതൃക്കളൊക്കെ തീരെ മ്ലേച്ഛ യോനികളിലാണല്ലോ ചെന്ന് പിറന്നത് എന്ന വിഷമത്തിൽ അദ്ദേഹം ഈ അധർമ്മ യോനിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി മാർഗം അന്വേഷിച്ച് നടന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുലഗുരുവായ പാർവത മഹർഷിയോട് അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഇതിനൊരു പരിഹാരം? പിതൃക്കൾക്ക് വേണ്ടി എനിക്ക്, അവരുടെ മോക്ഷഗതിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറയുകയാണ്, ഇനിയും വരുന്ന വൃശ്ചിക മാസത്തിലെ ആ ശുക്ലപക്ഷ ഏകാദശിയായ മോക്ഷത ഏകാദശി എടുക്കൂ മഹാരാജാവേ, അങ്ങയുടെ പിതൃക്കൾ പാപമുക്തരായി മാറുന്നു, മോക്ഷം പ്രാപിക്കും എന്ന് പറഞ്ഞു. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അവരെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ തൻ്റെ ആവശ്യം സമർപ്പിച്ചുകൊണ്ട് പരമഭക്തനായ വൈഖാസന മഹാരാജാവ് ആ മോക്ഷത ഏകാദശി എടുക്കുകയും ആ പിതൃക്കൾ ഒന്നടങ്കം ശുദ്ധീകരിക്കപ്പെടുകയും അവർ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ആ പരിപൂർണമായ സമർപ്പണത്തോടു കൂടിയുള്ള ആ ഏകാദശി വ്രത ആചരണം കണ്ട് അതിൻ്റെ ഫലം ഉടനടി ലഭിച്ചത് കണ്ടിട്ട് ദേവന്മാർ അന്തരീക്ഷചാരികളായി വന്ന് പുഷ്പവൃഷ്ടി നടത്തി മഹാരാജാവിൻ്റെ മുന്നിൽ എന്നാണ് വിശ്വാസം, സങ്കല്പവും എല്ലാം. അപ്പോൾ അത്രയ്ക്കും നമ്മൾ എത്ര സമർപ്പണത്തോടുകൂടി ഭഗവാന്റെ മുന്നിൽ എത്ര മനസ്സുകൊണ്ട് ഭഗവാനോട് എത്ര താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടുള്ള പൂർണ്ണ സമർപ്പണത്തോടുകൂടി നമ്മളൊരു കാര്യം ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ, ഭഗവാന്റെ പാദപൂജയായി നമ്മളത് ചെയ്യുമ്പോൾ അത് ഭഗവാൻ ഏറ്റെടുക്കുകയും വളരെ ഉടനെ തന്നെ അതിനുള്ള മറുപടി നമുക്ക് തരികയും അനുഗ്രഹം നമുക്ക് തരികയും ചെയ്യും. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഏതു തരത്തിലുള്ള ആദിവ്യാധികളെയും മാറ്റുവാൻ അവിടുത്തെ വാതാലയേശനായ ഭഗവാൻ ഓരോ പേരുകൾ ലഭിക്കുകയാണ്. മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറ്റിക്കഴിഞ്ഞപ്പോൾ വാതാലയേശനായി. അതുപോലെ തന്നെ സന്താന ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, നമ്മുടെ രോഗങ്ങൾ മാറുവാൻ, ജീവിത ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ, നമ്മളെ വിട്ടുമാറാതെ പിന്തുടരുന്ന എന്തെല്ലാം ദുരിതങ്ങളുണ്ട്, അതിനെല്ലാം ഭഗവാന്റെ മുന്നിൽ ചെന്ന്, അതായത് ഭൂലോക വൈകുണ്ഠം, നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ഈ കലി ബാധിച്ചിരിക്കുന്ന ഈ കലിയുടെ വിളയാട്ടം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ആ ഗുരുവായൂർ വിഗ്രഹത്തിലേക്ക്, ഗുരുവായൂരപ്പനാകുന്ന ആ വിഗ്രഹത്തിലേക്ക് തൻ്റെ സ്വന്തം തേജസ് അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തത് തന്നെ. ആ വിഗ്രഹമാണ് നമ്മൾ ഗുരുവായൂരപ്പനായിട്ട് ആരാധിക്കുന്നത്. ഇത് കൃതയുഗത്തിൽ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ദേവനെ ആരാധിച്ച സുദഭനും അദ്ദേഹത്തിൻ്റെ പത്നിയും അവർ ബ്രഹ്മദേവനെ ആരാധിച്ചപ്പോൾ ബ്രഹ്മദേവനാണ് അവർക്ക് ഈ ഗുരുവായൂരപ്പനാകുന്ന ആ ഭഗവാൻ ശ്രീഹരിയുടെ ആ വിഗ്രഹം കൊടുത്തത്. അതിനെ ആരാധിക്കാൻ കാരണം, അവരത് ആവശ്യപ്പെടാനും ആരാധിക്കാനും കാരണം, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ മകനായി ലഭിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹ പൂർത്തീകരണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് കൊടുത്തത്. ഇവർ ആ വിഗ്രഹത്തെ ആരാധിക്കുകയും മറ്റെല്ലാം മറന്ന് സമർപ്പണ ബുദ്ധിയോടുകൂടി ആരാധിച്ചപ്പോൾ ഭഗവാൻ ശ്രീഹരി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു പ്രാവശ്യമല്ല, അടുത്ത 3 തവണ ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കുമെന്ന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ തവണയും ഭഗവാൻ അവർക്ക് മകനായി പിറക്കുകയും അവസാനം വസുദേവരായി ദേവകിയായി ഇവർ ജന്മമെടുക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവായി അവരുടെ മകനായി ഭഗവാൻ വീണ്ടും ജനിക്കുന്നു. അതിനുശേഷം ഇവർ പരമമായ മോക്ഷത്തിൽ ഈ പിതാവും മാതാവും എത്തുകയാണ്. അപ്പോൾ ആ ആഗ്രഹ പൂർത്തീകരണം നടന്ന
ആ വിഗ്രഹമാണ് അവർ സൂക്ഷിച്ചിരുന്ന ആ വിഗ്രഹമാണ് ഭഗവാൻ ഉണ്ടാകാനുള്ള കാരണമായ വിഗ്രഹമാണത്. അതിനുശേഷം ഭഗവാൻ അത് ദ്വാരകയിൽ ഭഗവാൻ തന്നെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് ഉദ്ധവരോട് ഭഗവാൻ ഇതിൻ്റെ പ്രാധാന്യം, ഈ വിഗ്രഹം സൂക്ഷിക്കുകയും ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. ഉടൻ വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ചും ഒക്കെ ഭഗവാൻ മുൻകൂട്ടി തന്നെ ഉദ്ധവരോട് പറയുന്നു. ഉദ്ധവർ അത് ഗുരുവായ ബൃഹസ്പതിയോട് പറയും മുമ്പ് തന്നെ ദ്വാരക കടലെടുക്കുന്നു. ആ സമയത്ത് എല്ലാം കടലിൽ അമർന്നു പോയ അവസരത്തിൽ ഈ കൃഷ്ണ വിഗ്രഹം ഭഗവാൻ ദ്വാരകയിൽ സൂക്ഷിച്ചിരുന്ന പരമ്പരയായി ലഭിച്ച ബ്രഹ്മദേവനിൽ നിന്ന് ലഭിച്ച ആ ഭഗവാന്റെ പൂർണ്ണ തേജസ്, ഭഗവാൻ ഇവിടം വിട്ട് സ്വധാമത്തിലേക്ക് ഭൂമി വിട്ടു പോകുമ്പോൾ ഭഗവാന്റെ ആ പൂർണ്ണമായ തേജസ് ആ വിഗ്രഹത്തിലേക്കും ഭാഗവതത്തിലേക്കും സമർപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം ഭഗവാന്റെ ഹൃദയമാണെന്ന് പറയുന്നത്. അങ്ങനെ ആ വിഗ്രഹം ജലത്തിന് മീതെ ഇങ്ങനെ ഒഴുകി നടന്നു. അത് ഉദ്ധവർ ബൃഹസ്പതിയോട് പറയുകയും ബൃഹസ്പതി തൻ്റെ ശിഷ്യനായ വായുദേവനുമായി ഈ വിഗ്രഹം എടുത്ത് ഉചിതമായ സ്ഥാനം തിരഞ്ഞു നടക്കുമ്പോൾ അങ്ങനെയാണ് ഗുരുവായൂർ ദേശത്ത്, ഗുരുവായൂർ പുരിയിൽ ഗുരുവും വായുവും കൂടി ചേർന്ന ആ ഒരു അവർ രണ്ടുപേർ ചേർന്ന് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത് കൊണ്ടാണ് ഗുരുവായൂർ എന്ന പേര് തന്നെ ആ സ്ഥലത്തിനുണ്ടായത്. അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ആരാണ്? വിശ്വശില്പിയായ ആ വിശ്വകർമാവാണ്, ദേവശില്പിയായ അദ്ദേഹം ക്ഷേത്രം നിർമ്മിക്കുകയും ഈ ഗുരുവായൂരപ്പനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ആ ഗുരുവായൂരപ്പൻ നമ്മുടെ സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭൂലോക വൈകുണ്ഠമായിട്ട് നമ്മൾ ഗുരുവായൂർ പുരിയെ അറിയപ്പെടുന്നതും അവിടെ ചെന്നാൽ അനന്തകോടിയായ അനുഗ്രഹങ്ങൾ ഓരോ മനുഷ്യ ജീവിതത്തിനും കലികാലത്തിൽ നിന്ന് നിവൃത്തി വരുത്തുവാൻ ഭഗവാൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണനായി അവിടെ വിളയാടുകയാണ്. എത്രയെത്രയോ ഭക്തരുടെ അനുഭവങ്ങൾ ഇപ്പോഴും, നേരത്തെ നടന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഭക്തരായിട്ടുള്ള എത്രയോ പേരുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തദാസന്മാർ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഭഗവാൻ കൊടുത്തവർ എത്രയോ പേരുണ്ട്. എന്നാലും ഇപ്പോഴും ഈ കലിയുഗത്തിലും ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിലും അവിടെ ചെല്ലുന്ന ഓരോ ഭക്തനും ഭഗവാന്റെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാകാതെ തരമില്ല. കാരണം ഈ ഭഗവാനെ അറിയുവാൻ വേണ്ടി കലിയുഗത്തിൽ എത്തുന്നവർ ഈ ലോകത്തെ മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുക്കമാണല്ലോ ഭഗവാനെ അന്വേഷിച്ചെത്തുന്നവർ. ആ എത്തുന്ന ഓരോരുത്തർക്കും പരമമായിട്ടുള്ള സായുജ്യത്തെ ഭഗവാൻ കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ, ദ്വാപര യുഗത്തിൽ ജീവിച്ചിരുന്നപ്പോൾ, ഇത് കൃതയുഗത്തിലാണ് ഈ വിഗ്രഹം ബ്രഹ്മദേവൻ കൊടുക്കുന്നത്. എന്നാൽ അതും കഴിഞ്ഞ് ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപര യുഗത്തിൽ ഭഗവാൻ ജനിക്കുമ്പോൾ ആ ഭഗവാന്റെ തൃക്കൈകൾ കൊണ്ടാണ് അതവിടെ ദ്വാരകയിൽ പ്രതിഷ്ഠിക്കുന്നതും പിന്നീട് ഭഗവാൻ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരപ്പൻ്റെ പ്രാധാന്യം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഗുരുവായൂർ ഏകാദശിക്ക് ഒരു മാസം മുൻപ് തന്നെ ഏകാദശിയുടെ ആ ദീപം തെളിയിച്ച് ഏകാദശി വിളക്കുകൾ തെളിയിക്കാൻ തുടങ്ങുന്നു, ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. അതുപോലെ ചെമ്പൈ സംഗീതോത്സവം അരങ്ങേറുന്നു. വർഷം തോറും ഭഗവാന് സംഗീതാർച്ചന നടത്തിയിരുന്ന ചെമ്പൈയെ ഓർക്കുവാൻ, ആ സ്വാമിയെ ഓർക്കുവാൻ വേണ്ടി ഭഗവാൻ തന്നെ അവിടെ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താലെല്ലാം സാധിക്കുന്നു. ഭക്തരെ ആനന്ദത്തിൽ, സംഗീതത്തിൽ, പരമമായ ഭക്തിയിൽ അറാടിക്കുന്ന ആ ഗുരുവായൂർ ഏകാദശി ഏകദേശം 7000-ലധികം ദീപങ്ങളാണ് ഏകാദശി ദിവസം തെളിയിക്കുന്നത്. കഴിഞ്ഞ ഏകാദശി ദിവസം എനിക്കും ദീപം തെളിയിക്കുവാൻ ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പോൾ കഴിയുന്നിടത്തോളം ആൾക്കാർ, ഭക്തർ ഏകാദശി ദിവസം ഗുരുവായൂരിൽ എത്തുകയും ആ ഭഗവാന്റെ ദീപങ്ങളിലൊന്ന് തെളിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അനുഗ്രഹീതമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അതിന് ഏകാദശി ദിവസം ഗുരുവായൂരിൽ എത്താൻ കഴിയാത്തവർക്ക് അതോർത്ത് വിഷമിക്കേണ്ട. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ബോധ ചൈതന്യമായി നിലനിൽക്കുന്നു.
ഭഗവാനാകുന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ, ആ ബ്രഹ്മത്തിൻ്റെ ആത്മാംശം നമ്മുടെ ഉള്ളിൽ ബോധരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നു, നാം ഇവിടെ ഓരോ കാര്യങ്ങളും അനുഭവിക്കുന്നു എന്നെല്ലാം നമുക്ക് ബോധ്യമാകുന്നത്. എപ്പോഴാണോ നമ്മിൽ നിന്ന് ബോധം നഷ്ടപ്പെടുന്നത്, അതായത് ആ ബ്രഹ്മചൈതന്യം എപ്പോഴാണോ നമ്മുടെ പ്രാണനെ വെടിഞ്ഞ് ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നത്, അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെയൊന്നും ജീവിച്ചിരുന്നു അല്ല, ഇവിടെ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു എന്ന അനുഭവം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കുക എന്ന അനുഭവം ലഭിക്കുന്നത് ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ന ആ ചൈതന്യം, ഓരോരുത്തരും അവനവനെ ഞാൻ എന്ന് വിശേഷിക്കുമ്പോൾ ആ ഞാൻ ആരാണെന്നുള്ള അന്വേഷണമാണ് ആധ്യാത്മികതയുടെ വാതിൽ തുറക്കുന്നത്. അതാണ് യഥാർത്ഥ ഭക്തി. യഥാർത്ഥത്തിലേക്ക് ഭഗവാനിലേക്ക് നമ്മൾ നടന്നെടുക്കുവാനുള്ള വാതിലാണ് ഞാൻ ആരാണെന്നുള്ള അന്വേഷണം. ആ ഞാനാണ്, ഓരോരുത്തരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഞാനാണ് സാക്ഷാൽ ബ്രഹ്മചൈതന്യമായ ശ്രീ ഗുരുവായൂരപ്പൻ. അപ്പോൾ ഭഗവാനെ ആരാധിക്കുവാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ ജപങ്ങൾ കൊണ്ട്, മന്ത്രങ്ങൾ കൊണ്ട്, നാമജപങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ അത് മനനം ചെയ്യുന്നത് വഴി ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ കഥകൾ ഒക്കെ മനനം ചെയ്യുന്നത് വഴിയും നമുക്ക് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്തി ആ ദിവസം സമ്പന്നമാക്കുവാൻ നമുക്ക് സാധിക്കും. ഏകാദശി ദിവസം സാധാരണ പോലെ തന്നെ ദശമി, ഏകാദശി, ദ്വാദശി ഇങ്ങനെ 3 ദിവസങ്ങളിലാണല്ലോ ഏകാദശി വ്രതം ആചരിക്കുന്നത്. ദശമി ദിവസം തന്നെ, അതായത് ആദ്യ ദിവസം, അതായത് 10-ാം തീയതി ദശമി ദിവസം ചൊവ്വാഴ്ച തന്നെ നമ്മൾ തുളസിയിലേക്ക് പറിച്ചു വെച്ച് അതിന് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് അന്ന് വ്രതശുദ്ധിയോടുകൂടിയിരുന്ന് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം ചെയ്യാൻ കഴിയുന്നവർ അത് തന്നെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. അത് കഴിയാത്തവർ ധാന്യങ്ങൾ വിട്ടിട്ടുള്ള ആഹാരങ്ങൾ അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതമെടുക്കുക. എങ്ങനെയാണോ വ്രതം എടുക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ഭഗവാനോട് തന്നെ ചോദിക്കുക, അത് മനസ്സിൽ സങ്കല്പം ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ വ്രതം ആചരിക്കുക. അല്ലാതെ ഞാൻ ഇന്ന ആഹാരം കഴിച്ചിട്ട് വ്രതമെടുക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വ്രതമെടുക്കാം എന്ന് ആദ്യം തന്നെ ചിന്തിക്കാതിരിക്കുക. ഭഗവാൻ ആരോഗ്യം തരുന്നത് വരെയും വിശപ്പും ക്ഷീണവുമൊക്കെ ഇല്ലാതാക്കി തന്നെ പൂർണ്ണ സമർപ്പണത്തോടു കൂടി തന്നെ എടുക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാന്റെ മുന്നിൽ ആദ്യം തന്നെ സങ്കല്പം ചെയ്യുക. അപ്പോൾ ഭഗവാൻ തന്നെ അത് നമുക്ക് പൂർണ്ണമായ നാമജപത്തോടുകൂടി ഭഗവത് ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കും. അങ്ങനെ ഏകാദശി ദിവസം ഉപവാസത്തോടുകൂടി ഭഗവത് ധ്യാനത്തോടുകൂടി വ്രതമനുഷ്ഠിക്കുക. ദ്വാദശി ദിവസം പാരണം ഇടുക. അപ്പോൾ ആ ദ്വാദശി ദിവസം പാരണ സമയം 6:47 10:59 ഇടയ്ക്കുള്ള സമയമാണ് പാരണ വീടുന്ന സമയം. അതുപോലെ തന്നെ ഹരിവാസര സമയത്ത് ഈ പ്രത്യേക നാമജപങ്ങളിലൂടെയാണ്, ഉറക്കം ഒഴിച്ചിരുന്ന നാമജപങ്ങളിലൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ ഫലം അങ്ങനെയാണ് പഴയ കാലത്ത് ലഭിച്ചിരുന്നത്. പഴയകാല രാജാക്കന്മാരൊക്കെ തങ്ങളുടെ രാജ്യത്ത് ഏകാദശി വിളംബരം ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സ്കൂളുകൾക്കൊക്കെ പ്രധാനപ്പെട്ട ഏകാദശി ദിവസം അവധി പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ ആ ഏകാദശിയുടെ ദിവസം ഏതെങ്കിലും ഒരു നദീതീരത്ത് പൂജ ചെയ്തുകൊണ്ട് രാജ്യത്തിലെ മുഴുവൻ രാജ്യവാസികളെല്ലാവരും, രാജാവും പരിവാരങ്ങളും എല്ലാവരും അവിടെ ഒന്നിച്ചിരുന്ന് അഖണ്ഡ നാമജപം നടത്തി പൂർണ്ണമായിട്ടും ഉപവസിച്ചുകൊണ്ട് ഉറക്കം ഒഴിച്ചുകൊണ്ടിരുന്ന നാമജപം നടത്തുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്കൊക്കെ നമ്മൾ ഈ പറയുന്ന ആ വ്രത മാഹാത്മ്യ കഥയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നത്. അത്രയും ശ്രേഷ്ഠമായി അവർ എടുക്കുന്നത് കൊണ്ടാണ് ആ വ്രതം. നമ്മൾ അങ്ങനെ പൂർണ്ണമായി ഉറക്കം ഒഴിച്ചിരുന്ന, ശിവരാത്രി വ്രതം പോലെ ഉറക്കം ഒഴിച്ചിരുന്ന ഏകാദശി ഹരിവാസര സമയമൊക്കെ ആചരിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് വളരെ പുണ്യം. അല്ലാതെയുള്ളവർ ഇത് അവനവന് പറ്റുന്ന പോലെയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയും അല്പം വൈകുക തന്നെ ചെയ്യും.
അപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ഒരു കാരണവശാലും അവിടെ ഉറങ്ങുകയില്ലല്ലോ. ആ ഏകാദശി ഭഗവാനോടൊപ്പം എല്ലാ ഭക്തരുമായി ഇരുന്ന് നാമജപങ്ങളിൽ ഏർപ്പെട്ട് ആ ഹരിവാസര സമയം സമ്പൂർണ്ണമാക്കും. അപ്പോൾ ഇത്തവണ ഹരിവാസര സമയം വരുന്നത് 11-ാം തീയതി വൈകുന്നേരം 7:48, അതായത് ഏകാദശി ദിവസം വൈകുന്നേരം 7:48 മുതൽ 12-ാം തീയതി രാവിലെ 6:30 വരെയാണ് ഹരിവാസര സമയം. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഗുരുവായൂർ പോകാൻ കഴിയുന്നില്ലെങ്കിലും ഭക്തരൊന്നിച്ചിരുന്ന് നാമജപം ചെയ്യുന്ന ക്ഷേത്രങ്ങളോ ഭഗവത് സാന്നിധ്യമുള്ള ഇടങ്ങളോ ഒക്കെ തേടി നമ്മൾ ചെന്നാൽ അവിടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് കൂട്ടപ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നാമും അതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആ ഏകാദശിയുടെ പൂർണ്ണത കൈവരുന്നു. അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സഫലമാവും. അപ്പോൾ ഏകാദശി വ്രതം എടുക്കാൻ കഴിയാതെ പോകുന്നവരും വിഷമിക്കേണ്ട. ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ കഥകൾ കേട്ട് നാമജപങ്ങളിൽ ഏർപ്പെട്ട് സത്സംഗങ്ങളിൽ ഏർപ്പെട്ട് ആ ദിവസം ഭക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.